വാർദ്ധക്യകാലത്ത് അഭിനേതാക്കൾ നേരിടുന്ന അവഗണന തുറന്നുപറഞ്ഞ് നിർമ്മാതാവും വ്യവസായിയുമായ ജോളി ജോസഫ്. നാടകം ജീവിതമാക്കിയ കലാകാരി ജീവിക്കാൻ വേണ്ടിയുള്ള ഒരവസരത്തിനായി തന്നെ കാണാനെത്തിയെന്നും ജീവിക്കാൻ വേണ്ടി അലയുന്ന പഴയ കലാകാരന്മാരെ മറക്കരുതെന്നും അദ്ദേഹം പറയുന്നു. എൻ്റെ ജിഷ്ണുവിൻ്റെ അച്ഛൻ രാഘവേട്ടനും വലിയൊരു നാടക കലാകാരിയും. രാഘവേട്ടൻ 1941 കണ്ണൂരിലെ തളിപ്പറമ്പിലാണ് ജനിച്ചത്. ഗാന്ധിഗ്രാം റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഗ്രാമീണ വിദ്യാഭ്യാസത്തിൽ ബിരുദം നേടി. ഡൽഹി നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് ഡിപ്ലോമ നേടിയതിനു ശേഷം അദ്ദേഹം ടാഗോർ നാടക സംഘത്തിൽ ജോലി ചെയ്തു. 1968 കായൽക്കരയാണ് ആദ്യ ചിത്രം. പിന്നീട് മലയാളം, തമിഴ്, കന്നഡ, തെലുങ്ക് ഭാഷകളിൽ ഏകദേശം 180ഓളം സിനിമകളിൽ അദ്ദേഹം അഭിനയിച്ചു. കിളിപ്പാട്ട്, എവിഡൻസ് എന്നീ സിനിമകൾ സംവിധാനവും ചെയ്തു. കഴിഞ്ഞ 20 വർഷമായി തമിഴ്, മലയാളം TV സീരിയലുകളിലും അദ്ദേഹമുണ്ട്. പക്ഷേ ഇപ്പോൾ വളരെ കുറവാണ്. ഞങ്ങളുടെ ജിഷ്ണു അന്തരിച്ചിട്ട് 5 കൊല്ലം കഴിയുന്നു. അവൻ്റെ കൂട്ടായിരുന്ന ഞാനും മധു വാര്യറും നിശാന്ത് സാഗറും അരവിന്ദുമൊക്കെ രാഘവേട്ടനെയും ശോഭചേച്ചിയെയും സ്വന്തം മാതാപിതാക്കളെ പോലെ തന്നെയാണ് കാണുന്നത്. അങ്ങനെ തന്നെയാണ് ബഹുമാനിച്ചിരുന്നതും. ഇപ്പോഴും അതിന് യാതൊരു മാറ്റവുമില്ല. ഇന്നുൾപ്പെടെ ഇടയ്ക്കിടയ്ക്ക് രാഘവേട്ടനുമായി വിശേഷങ്ങൾ പറയാറുണ്ട്. വല്ലപ്പോഴും കാണാറുമുണ്ട്. 80 വയസ്സായ ആരോടും പരിഭവമില്ലാത്ത രാഘവേട്ടൻ വല്ലപ്പോഴും കിട്ടുന്ന അഭിനയ അവസരങ്ങൾ കൊണ്ട് മാത്രമാണ് ജീവിക്കുന്നത്. അവനുണ്ടായിരുന്നെങ്കിലോ? കോഴിക്കോടുള്ള നാടകം ജീവിതമാക്കിയ വലിയൊരു കലാകാരി അവരുടെ അനന്തരവനുമായി കഴിഞ്ഞ 2 ദിവസമായി കൊച്ചിയിൽ പലരെയും കണ്ട് സീരിയലിലോ സിനിമയിലോ ജീവിക്കാൻ വേണ്ടിയുള്ള ഒരവസരത്തിന് ഓടിപ്പാഞ്ഞ് നടക്കുന്നത് ഞാൻ കണ്ടു. ഇന്നുച്ചയ്ക്ക് ഒരു കാലത്ത് നാടകങ്ങൾ കൊണ്ട് അരി വാങ്ങിച്ചിരുന്ന എൻ്റെ ഓഫീസിലും എത്തി. ഞാൻ ആദ്യമായിട്ടാണ് അവരെ കാണുന്നത്. അവരുടെ കൂടെ ഭക്ഷണം കഴിച്ച് എണീറ്റപ്പോൾ അവർ കണ്ണ് നനഞ്ഞ് വിതുമ്പി മെല്ലെ പറഞ്ഞു, ഇതെൻ്റെ അവസാനത്തെ അലച്ചിലാണ്. ഇപ്പോഴും ഒന്നും കിട്ടിയില്ലെങ്കിൽ ഇനി ഞാൻ ഈ പണിക്കില്ല. ഞാനാ പാവത്തെ സാന്ത്വനപ്പെടുത്തിയെങ്കിലും മനസ്സിനൊരു സുഖവും ഇല്ലായിരുന്നു എന്നതാണ് സത്യം. എൻ്റെ പ്രിയപ്പെട്ട സിനിമ സീരിയൽ പ്രവർത്തകരായ സ്നേഹിതരെ, പ്രായമുള്ള കഥാപാത്രങ്ങൾ വരുമ്പോൾ ജീവിക്കാൻ വേണ്ടി അലയുന്ന പഴയ കലാകാരന്മാരായ കുറേ ആത്മാക്കളെ കൂടി ഓർക്കണേ, പരിഗണിക്കണേ. നാളെ ഈ ഗതി നമുക്കും വരാതിരിക്കാൻ ഇതേ ഒരു മാർഗം എന്നുകൂടി വളരെ സ്നേഹത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു.